നമ്മുടെ കുബേരൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ ഒരു ഡയലോഗില്ലേ, ഈ കാലത്തെ തന്നെ നേരം വെളുക്കാണല്ലോ ഈശ്വരാന്ന്. ഇപ്പം സത്യം പറഞ്ഞ് എണീറ്റ് വന്നപ്പം ഈ ഒരു ഡയലോഗാണ് കേട്ടോ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. നല്ല മഞ്ഞും തണുപ്പും, കുറച്ച് നേരം കൂടെ മൂടി പൊതിച്ച് കിടന്നുറങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, നമുക്ക് ചോറും കറിയൊക്കെ വെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് രാവിലെ എണീക്കണം. ഇന്ന് പതിവിലും കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കരി ഉണ്ടായിരുന്നത് തീർന്നു. ഇനി മുതൽ കുത്തരി വെച്ചിട്ട് വേണം ചോറ് വയ്ക്കാനായിട്ട്. അപ്പം ഞാൻ കലത്തിലാണ് ചോറ് വയ്ക്കണത്. കുത്തരി വേകണമെങ്കിൽ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ നേരത്തെ എണീറ്റെങ്കിൽ മാത്രമാണ് 7:30 ആകുമ്പോഴേക്കും ചോറും കറിയൊക്കെ സെറ്റ് ആവുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട് പല്ലൊക്കെ തേച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും കുഞ്ഞാറ്റ എണീറ്റ് വന്ന് അടുക്കളയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ ഏത് സമയത്ത് എണീക്കുന്നു ആ കൂടെ എണീറ്റോളും. അവൾക്ക് അങ്ങനെ ഒരുമിച്ച് കിടന്ന് അത് ശീലമായതുകൊണ്ട് ഞാൻ ഒന്ന് എണീറ്റ് മാറി അന്നേരം അവൾ അറിയും കേട്ടോ. എന്തായാലും അവളുള്ളത് കൊണ്ട് മിണ്ടിയും പറഞ്ഞ് നിൽക്കാൻ ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവളുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് നിന്നപ്പോഴേക്കും നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അരിയും കൂടെ അടുപ്പത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. യുദ്ധം തുടങ്ങുകയാണ് എന്നൊക്കെ പറയണ പോലെ. ഇന്നിപ്പോൾ എന്ത് കറി വെക്കാം? എന്ത് കറി ഞാൻ ഇന്ന് വെച്ചത് മറന്നുപോയല്ലോ. പരിപ്പും ചീരയും കൂടെ ചാറും വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് ഈ പയറില്ലേ, അച്ചിങ്ങ പയർ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് വെജിറ്റബിൾ വെക്കുന്ന പാത്രം എടുത്തിട്ട് വന്നപ്പോഴേക്കും അതിൽ അച്ചിങ്ങാപ്പയർ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് എന്നെ സോപ്പിട്ട് അതിലൊരെണ്ണം കഴിക്കലാക്കാനുള്ള തത്രപ്പാടിലാണ് കുഞ്ഞാറ്റ. അപ്പോൾ അവളവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പരിപ്പാണ് അടുപ്പിലേക്ക് വെക്കണത്. നമ്മുടെ ചോറ് അവിടെ നിന്ന് നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ വരുന്നുണ്ട്. ഉറക്കം നന്നായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് രാവിലത്തെ പണികളൊക്കെ നടക്കുന്നത്. ഇനിയൊരു 10 മിനിറ്റ് എടുക്കും ഒന്ന് ചാർജായി വരാനായിട്ട്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഈ മഞ്ഞും തണുപ്പൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്ലോ ആവുമല്ലോ നമ്മൾ പൊതുവെ. ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് കേട്ടോ. സാധാരണ എൻ്റെ ഫോണിൽ 2 അലാറമാണ് വെച്ചിട്ടുള്ളത്. 5 മണിക്ക് ഒരു അലാറം വെച്ചിട്ടുണ്ട്, 6 മണിക്ക് ഒരു അലാറം വെച്ചിട്ടുണ്ട്. ഒരു കാര്യമല്ല, വെറുതെയാണ്. ഞാൻ എല്ലാ ദിവസവും 6:45 എണീക്കുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്ക് അലാറം ആവശ്യമില്ല. 6 മണിക്കത്തെ അലാറം ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ക്ലോക്കിൽ കൃത്യം 6:45 ആകുമ്പോഴേക്കും ഞാൻ തനിയെ എണീറ്റിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഫോൺ അലാറം ഒന്നും വെക്കേണ്ട കാര്യമില്ല. കറക്റ്റ് 6:45 എണീറ്റേച്ചാൽ മതി. പക്ഷേ ഇതൊരാവശ്യമില്ലാതെ 2 അലാറം വെച്ച് നമ്മുടെ ഉറക്കവും പോകും. പിന്നെ ഭയങ്കര ഒരു മന്തിപ്പാണ്. അപ്പോൾ ഇന്ന് പക്ഷേ രാവിലെ കുത്തരിയാണ്, അത് വേഗം സമയമെടുക്കും എന്നുള്ളൊരു ധാരണ തലേന്ന് ദിവസം കിടക്കുമ്പോഴേ നമുക്കുണ്ടല്ലോ. അത് കാരണം കൊണ്ട് അലാറം അടിച്ച് ഫസ്റ്റ് റിങ് ആയപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അലാറം ഓഫ് ചെയ്തിട്ട് എണീറ്റു. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, അലാറത്തിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് കുഞ്ഞാറ്റ എണീക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് വേഗം ഓഫ് ചെയ്ത് എഴുന്നേറ്റത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. ഞാൻ എണീറ്റ് പോകുന്നത് അവൾ അറിഞ്ഞു. അവളെൻ്റെ പുറകെ എണീറ്റ് വരികയും ചെയ്തു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനെ അലാറം സ്നൂസ് ചെയ്ത് കിടന്നുറങ്ങും. ഇന്നിപ്പോൾ അലാറം അടിക്കണമെന്ന് മീൻസ് ഫസ്റ്റ് റിങ് അടിച്ചപ്പോൾ തന്നെ ചാടി എണീറ്റു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ രാവിലെ എണീക്കും. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ രാവിലെ എണീക്കാൻ മടി കാണിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യമുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടല്ല. നമുക്കൊന്നും ലൈഫിൽ പ്രത്യേകിച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളത്രയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ എന്നുള്ള എന്തെങ്കിലും ഒരു റീസൺ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകൂലേ. അപ്പോൾ അങ്ങനെയാണ്. ഇന്നിപ്പം ചോറ് വെക്കണമെങ്കിൽ എണീറ്റേ പറ്റൂ എന്നുള്ളത് നമ്മുടെ എന്താ പറയുക, മനസ്സിലുണ്ട്, അങ്ങനൊരു ചിന്തയുണ്ട്. അപ്പോൾ അലാറം അടിക്കേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ഉണർന്നു. അപ്പോൾ ആ ഒരു അലാറം അടിക്കുമ്പോൾ എണീക്കണം, വീണ്ടും കിടന്ന് ഉറങ്ങരുത്, 6:45 എണീറ്റ് കഴിഞ്ഞാൽ ടൈം പോകും, അങ്ങനെ ആലോചിച്ചാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റിങ് അടിച്ചതേ ഞാൻ അറിഞ്ഞു. ഈ വാഴക്കയൊക്കെ അരിയുന്ന സമയത്ത് ഒരു കറ ഉണ്ടാവുമല്ലോ. അപ്പം അത് പോകാനായിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളമില്ലേ, കാടിവെള്ളം, അതിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ.
അപ്പം അതുകൊണ്ട് ഞാൻ ഈ ചോറിൻ്റെ വെള്ളം തിളച്ചതിനകത്തുനിന്ന് കുറച്ചെടുത്ത് അതിലാണ് ഞാൻ ഈ വാഴയ്ക്ക ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുക്ക് ചെയ്യാറാകുമ്പോഴേക്കും 2-3 കഴുകും കൂടെ കഴുകി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറയൊന്നും ഉണ്ടാവില്ല, നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു കറച്ചൊവ ഉണ്ടാവും. അതുകൊണ്ട് ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ ഇവിടെ തകർത്ത് നടക്കുന്ന സമയത്ത് കുഞ്ഞാറ്റയും അമ്പാടിയും കൂടെ അവിടെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, അവൾക്ക് കാലിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഡെയിലി എക്സസൈസും കാര്യങ്ങളൊക്കെ അവൾക്ക് എക്സസൈസ് ചെയ്യുന്നത് അല്ലേ, എക്സസൈസും കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പം രാവിലെ എണീറ്റ് കുറച്ച് നടക്കാൻ പോകും. പിന്നെ അവളെ കൊണ്ട് പറ്റണ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ വീട്ടിൽ അവളെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കറി വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് തേങ്ങ ഒരെണ്ണം പൊട്ടിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും അത് കൊണ്ട് പൊട്ടിക്കാൻ പറ്റണില്ല. അതെന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ തേങ്ങ പൊട്ടിച്ചത് ചെറുതായിട്ടൊരു പൊട്ടൽ വീണു കഴിഞ്ഞിട്ട് കയ്യിൽ വെച്ചിട്ട് വീണ്ടും അത് പൊട്ടിക്കാനായിട്ട് അടുത്തപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലെ സ്കിന്ന് അതിൻ്റെ ഇടയ്ക്ക് പെട്ട് ജാമായിപ്പോയി. എന്നിട്ട് എൻ്റെ കൈവെള്ളയിൽ ഇങ്ങനെ എന്തൊരു വേദനയായിരുന്നു എന്നറിയാം. അതങ്ങനെ നമ്മുടെ ഉള്ളംകൈയിൽ സ്കിന്നിലേക്ക് ഈ തേങ്ങ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അതിലൊരു ക്രാക്ക് വീണു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ട് ജാമായി. അപ്പോൾ അതിൽ ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് തേങ്ങ പൊട്ടിക്കാനായിട്ട്. അപ്പം അമ്പാടിയാണ് എനിക്ക് തേങ്ങ പൊട്ടിച്ച് തന്നതെന്ന്. തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് കൂടിട്ട് കിളിക്കാതെ അവിടെ വെക്കി. തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ കുഞ്ഞാറ്റ വന്നിട്ടുണ്ട് തേങ്ങ വെള്ളം കുടിക്കാനായിട്ട്. അത് അവൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്, അത് വേറെ ആർക്കും അവൾ കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ അവരുടെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ചായ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് സെറ്റാവാമല്ലോ. അപ്പോൾ അമ്പാടിക്ക് ഒരു ചായ ഇട്ട് കൊടുത്തു. ആ കൂടത്തിൽ തന്നെയാണ് എനിക്കുള്ള ചായ കിട്ടത്. അല്ലെങ്കിൽ രാവിലെ നമ്മൾ ചായ കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിന് നിന്നില്ല. പതുക്കെ കുറച്ച് സാവകാശത്തിലാണ് ചായയൊക്കെ ഇട്ട് കുടിച്ചത്. എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഭയങ്കര കാലുവേദനയായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് നടന്നാണ് വന്നത്. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മുടെ കുരിക്കാടുള്ള റെയിൽവേ ഗേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വന്നിട്ട് അത് ജാമായിപ്പോയി. ഏതോ വണ്ടി വന്ന് ഇടിച്ചിട്ട് ഗേറ്റ് ജാമായിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് ബസ്സും കാര്യങ്ങളൊന്നും അതിലേക്ക് കടത്തില്ല, അത് ലോക്കായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് വരേണ്ട ബസ് ഈ റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്ത് വേണം വരാനായിട്ട്. അപ്പോൾ അവിടെ ബസ്സൊന്നും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പിന്നെ നമ്മുടെ ചോറ്റാനിക്കര വരെ നടന്നാണ് വന്നത്. കുരിക്കാട് ചോറ്റാനിക്കര വരെ നടന്നു വന്നു. ഒരുപാട് ദൂരമൊന്നുമില്ല, പക്ഷേ എന്തെന്നാലും അങ്ങനെ ശരീരമാണെങ്കിൽ പണിയെടുത്തങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇന്ന് രാവിലെ ആയപ്പോൾ കാലിനൊക്കെ നല്ല മസിൽ പെയിൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നും പറയണ്ട എൻ്റെ മുന്നേ. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ, നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പും ചീരയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള കറിയാണ്, അത് റെഡി ആയിട്ടുണ്ട്. ഒരടുപ്പിൽ പിന്നെ ചായയാണ് വെച്ചിരിക്കുന്നത്, അപ്പുറത്ത് നമ്മൾ വാഴയ്ക്ക ഉപ്പേരിക്കുള്ള കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, വറ്റൽമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ച് എണ്ണയിൽ മൂപ്പിച്ച് അങ്ങനെ പിന്നെ വാഴയ്ക്ക ഇടുക, അടച്ചു വയ്ക്കുക, വേവിക്കുക. ഉപ്പിടണം കേട്ടോ, അടച്ചു വയ്ക്കുക, വേവിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് ഈ കുക്കിങ്ങിനെ കുറിച്ചിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയാൻ പാടില്ല. കാരണം ഞാൻ അത്ര ഒരു നല്ല കുക്ക് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത്ര കാര്യമായിട്ടുള്ള കുക്കിങ്ങിനെ കുറിച്ച് അറിയില്ല. സർവൈവൽ കുക്കിംഗ് മാത്രമാണ് നമുക്ക് അറിയണത്. അതുകൊണ്ട് അധികം ഇതിൻ്റെ റെസിപ്പീസൊന്നും അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം സമാധാനമായിട്ട് അവിടെ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴും സമയം ഏറെക്കുറെ ഒരു 7:30-7:45 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇതുവരെ ഒരു വെട്ടം വീണിട്ടില്ല. നല്ല തണുപ്പാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്നും ഡിസംബർ മാസം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം രാവിലെ നടക്കാൻ പോകുമ്പോഴൊക്കെ നല്ല രസമാണ് കേട്ടോ. നിറയെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ് കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ജലദോഷം പിടിക്കും കുഞ്ഞാറ്റയ്ക്കും. എനിക്കൊന്നും ഈ തണുപ്പ് പരിപാടികളൊന്നും തീരെ പറ്റില്ലാത്ത ആളുകളാണ്. എല്ലാ ദിവസവും ഇതുപോലെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ചായ കുടിക്കാനൊന്നും പറ്റാറില്ല. പകുതി ദിവസങ്ങളിലും ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചായ കുടിക്കുകയാണ്, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പം
നേരത്തെ എഴുന്നേറ്റതിൻ്റെ ഒരു ഗുണമാണ്. പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി കുറച്ച് നേരം ഇരുന്ന് കാഴ്ചയെ കണ്ട് സ്വസ്ഥമായിട്ട് ചായ കുടിക്കാം. എല്ലാ ദിവസവും വിചാരിക്കും ഇതുപോലെ നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ. പക്ഷേ എന്തോ അലാറം അങ്ങോട്ട് അടിക്കുമ്പോഴേക്കും മനസ്സങ്ങോട്ട് പറയാണ്, ശാന്തി എണീക്കരുത്, ഒരു 5 മിനിറ്റ് കൂടെ നീ കിടന്നു, നിനക്കിപ്പോൾ എണീറ്റിട്ടൊന്നും ചെയ്യാനില്ല, നീ കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റാൽ മതിയെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. 2-3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡെയിലി കുറച്ച് നേരത്തെ എണീക്കേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ കുഞ്ഞാറ്റേനെ മലയ്ക്ക് വിടാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കുറേ കാലങ്ങളായിട്ടുള്ളൊരാഗ്രഹമാണ് അവളെ മലയ്ക്ക് വിടണമെന്നുള്ളത്. അവൾക്കിപ്പോൾ 8 വയസ്സായി. ഇപ്പം പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി അടുത്ത തവണയൊന്നും പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. പെൺകുട്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എന്തായാലും ഉറപ്പായിട്ടുള്ള മലയ്ക്ക് വിട്ടേ പറ്റുമെന്ന്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ മലയ്ക്ക് പോകുന്നത്. ഇതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ വിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അന്നേരം ഇവളുടെ ഹെൽത്ത് ഒട്ടും അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല. വിടാൻ പറ്റുന്നൊരു കണ്ടീഷനിലായിരുന്നില്ല. ഇവൾക്ക് ഫിക്സൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കത്ര ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല വിടാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവൾക്ക് വയ്യാണ്ടായിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പം പിന്നെ കുറേ മെഡിസിൻസൊക്കെ എടുത്ത് അവൾ കുറച്ച് കൺട്രോൾഡ് ആയതുകൊണ്ട് ഇപ്പം എന്തായാലും ഇത്തവണ വിടണം എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കണത് കേട്ടോ. അമ്പാടിയാണെങ്കിൽ വന്നിട്ട് കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ നമ്മൾ ഒരുവിധം കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പൊടിയൊക്കെ കേട്ട് ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഉള്ള പ്രധാന പരിപാടി കുഞ്ഞാറ്റെ റെഡിയാക്കുക എന്നുള്ളതാണ്. അതിനാണ് എനിക്ക് ഏറെ സമയം വേണ്ടത്. അപ്പോൾ കുഞ്ഞാറ്റിനെ കുളിപ്പിക്കണം, ഇനി പല്ല് തേപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. അവൾക്ക് തലയിൽ എണ്ണ വയ്ക്കുന്നത്, പല്ല് തേക്കണതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സെൻസിറ്റീവാണ് അവളുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി പറഞ്ഞില്ലല്ലോ. അവളിതുവരെ മാല ഇട്ടിട്ടില്ല. അവളെ പോകുന്നതിന് തലേ ദിവസം മാല ഇടിപ്പിക്കുന്നുള്ളൂ. കാരണം അവൾക്കത് പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അറിയില്ല. ചിലപ്പോൾ അവൾ മാല പൊട്ടിച്ചൊക്കെ കളയാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവൾ ഇപ്പം മാല ഇടിക്കുന്നില്ല. കന്യാസ്വാമി ആയതുകൊണ്ട് 41 ദിവസത്തെ വ്രതം വേണം. പക്ഷേ ഈ പറഞ്ഞ പോലെ അവൾ ഫുള്ളി എൻ്റെ അടുത്ത് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കിപ്പോൾ പീരിയഡ്സോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ടോട്ടലായിട്ട് അങ്ങനെ വ്രതമൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓക്കെ ആയതിന് ശേഷമുള്ള ദിവസങ്ങളിലായിരിക്കും അവൾ നോയമ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. നമ്മുടെ ലിമിറ്റേഷൻസും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ആളാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നല്ല രീതിക്ക് നോക്കുക എന്നുള്ളതാണ് നമ്മളിപ്പം വിചാരിക്കണത് കേട്ടോ. അപ്പോൾ ഇതാ പറഞ്ഞ് നമ്മുടെ കുഞ്ഞാറ്റ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്കും കൂടെ വേഗം ഒന്ന് റെഡി ആവണം. അപ്പോൾ ഇവളെ റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇവളെ റെഡിയാക്കാൻ കുറച്ചധികം സമയം എടുക്കും കേട്ടോ. ഞാനും പിന്നെ വേഗം റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. നമുക്കിനി ബസ് കയറുന്നിടത്തേക്ക് കുറച്ച് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവളെ ക്ലാസ്സിലാക്കിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ രാവിലത്തെ ഒരു റൂട്ടീൻ, ജോലിക്ക് പോകുന്ന ദിവസത്തെ റൂട്ടീൻസൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.